രഹസ്യം രാജുനോട് പറയണോ? അച്ഛനെ തോൽപ്പിക്കണമെങ്കിൽ ഞാൻ വിചാരിച്ചാലേ നടക്കുമെന്ന് അനന്തപിള്ള പറയുന്നു. അത് മറ്റാരും അറിയാനും പാടില്ല. അമ്മയോ അച്ഛനും ഒരുമിക്കണമെങ്കിൽ, അച്ഛൻ്റെ തെറ്റിദ്ധാരണ മാറണമെങ്കിൽ അതിന് ജഗന്നാഥരംഗള് വേണം. ജഗന്നാഥരംഗള് ഏകസാക്ഷി. രാജു ഈ വിഷയം അറിയണ്ട. ആ വേല മനസ്സിരിക്കട്ടെ, ഇവിടെ ചെലവാവത്തില്ല. നിന്റെ കെട്ടിയോയി ഈ കണ്ട കണ്ടങ്ങളെല്ലാം കൊയ്ത് കളപ്പുരയിൽ ശേഖരിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അതെന്താ നിന്റെ മരങ്ങോടൻ അച്ഛൻ പിന്നെ കാണാത്തത്? എന്റെ അച്ഛനെ കുറിച്ച് അനാവശ്യം പറഞ്ഞ പ്രായമൊന്നും ഞാൻ നോക്കത്തില്ല. ശരിപ്പെടുത്തിക്കളയും. പോലുള്ള അങ്ങോട്ട്. തലയ്ക്ക് ടൈവിൾക്കിട്ട് അടി കിട്ടിയത് ചാചവമ്പാലെ പോലെ ചീറി ചീറി നിൽക്കുമായിരുന്നു. അടി മർമ്മത്ത് കൊണ്ടതോടെ പത്തി താഴ്ത്തി. ചത്തിട്ടില്ല, ജീവനുണ്ടെന്നേ ഉള്ളൂ. നീ എന്താ വല്ലാതിരിക്കുന്നെ? നിനക്കിതെന്തു പറ്റി? ഇവർ കാര്യങ്ങൾ അറിഞ്ഞിട്ടാണോ എന്നെ കളിയാക്കാൻ വേണ്ടി സംസാരിക്കുന്നത്? അറിഞ്ഞ ഭാവമൊന്നും മുഖത്ത് കാണാനില്ല. അഭ്യാസക്കാരിയാ, അഭിനയിക്കുന്നതായിരിക്കോ? എന്തായാലും അവൻ പറയാതിരിക്കില്ല. അല്ല, എന്താ നീ ആലോചിക്കുന്നേ? എന്ത് ശത്രുതകളുണ്ടെങ്കിലുവേ ഞാൻ നിന്റെ അമ്മായിയല്ലേ. അമ്മായി അനന്തരവള് ബന്ധമൊക്കെ എത്ര കാലം മുൻപേ വിട്ടതാ. അതൊക്കെ ശരിയാ. ഞാനും നീയും നിത്യശത്രുക്കളാ. അതിനീ എത്ര പൊരുത്തപ്പെടാൻ ശ്രമിച്ചാലും പൊരുത്തപ്പെടില്ല. ഏച്ചി കെട്ടിയാലേ മുഴച്ചിരിക്കില്ലേ? ഏച്ചു കെട്ടാനൊന്നും എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഒട്ടും പിടി കൊടുക്കരുത്. അതുകൊണ്ട് ഇവളുടെ മുന്നിൽ ഒരു നാടകം കൂടി കളിച്ചേക്കാം. ഋതികേ, നിനക്കെന്നോട് എന്ത് ശത്രുത ഉണ്ടെങ്കിലും ഈ ഇലക്ഷൻ കഴിയുന്നതുവരെ അത് മാറ്റിവെക്കണം. പ്രതാപനെ എങ്ങനെയെങ്കിലും നമുക്ക് ജയിപ്പിച്ചെടുക്കണം. അതിന് നീയും ഞാനും നമ്മളെല്ലാവരും ഒറ്റ മനസ്സോടെ നിന്നാലേ പറ്റൂ. ദേ, ഈ സിറ്റുവേഷനിലെ നീയും ഞാനും കുരുട്ടു പാലയ്ക്ക പോലെ നിൽക്കരുത്. അത് പ്രതാപന്റെ വിജയത്തിന് തടസ്സമാ. ഇത് അഭിനയമാണോ റിയലാണോ? ഇവരുടെ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ ഇത് അഭിനയം തന്നെ. പ്രതാപൻ ജയിച്ചേ പറ്റൂ. കടുത്ത പോരാട്ടമാ നടക്കുന്നത്. എന്റെ ആ തലതെറിച്ച മകനില്ലേ, അവൻ തോക്കണം. നിങ്ങൾ വളരെ സിൻസിയറായിട്ട് എന്നോട് പറയേ. ദീപക്ക് ജയിക്കണമെന്നല്ലേ നിങ്ങളുടെ ആഗ്രഹം? ദീപക്കെ എത്ര കൊള്ളരുതാത്തവനാണെങ്കിലും അവനെന്റെ മകനാ. അവനോട് എനിക്ക് സ്നേഹമില്ലാതിരിക്കൂ? പക്ഷേ അവനേക്കാൾ എന്റെ വലിയ മകനാ പ്രതാപൻ. പ്രായം കൊണ്ട് ഞാനും അവനും തമ്മില് 1-2 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. അവൻ എനിക്ക് മകൻ തന്നെയാ. ഞാൻ കാരണം അവൻ കളങ്കപ്പെട്ട് നിൽക്കുക. എനിക്ക് മനസ്സമാധാനം കിട്ടണമെങ്കിൽ അവൻ ജയിക്കണം. ജയിച്ചാൽ മാത്രം പോരാ, അവൻ മുഖ്യമന്ത്രി ആവണം. അതെന്റെ ഒരു സ്വപ്നാ. എന്താ ഇവിടെ? എന്താ രണ്ടുപേരും കൂടി വല്ല വഴക്കുവാണോ? അയ്യോ അല്ല. അല്ല, കൂട്ടുമുട്ടിയ കീരിമ്പാമ്പു ആണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. അല്ല, ഋതിക ഇവിടെ മൂടോട്ടോട്ട് ഇരിക്കുമായിരുന്നു. ഞാനൊന്ന് കാര്യം തിരക്കിയതാ. മൂടോട്ടോ? എന്താ മോളെ കാര്യം? ഒന്നുമില്ല ചാ, എനിക്കൊരു തലവേദന. പനിയുണ്ടോ? ഏയ്, ചൂടൊന്നുമില്ല.
പ്രചാരണ ജാഥയ്ക്ക് പോയി ഈ പൊടിപടലങ്ങൾ കഴിച്ചതല്ലേ? തലവേദനയ്ക്ക് തൽക്കാലം ഒരു ടാബ്ലറ്റ് കഴിക്കുക. ടാബ്ലറ്റ് ഒന്നും വേണ്ടച്ചാ. ഞാൻ ചെറിയ കാര്യത്തിനൊന്നും മെഡിസിൻ കഴിക്കാറില്ല. എന്നാൽ പാവി പിടിക്കുക. രാജു, ഇവിടെ വിളിച്ചോണ്ട് പോ. ശരി സാർ. ഋതുവാ. തലവേദനക്കാരി എന്റെ ഋതുമോള് ദാ ഇവിടെ ഇരിക്കെ. ഞാനേ ഈ ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ. ഈ രഹസ്യം രാജുനോട് പറയണോ? അച്ഛനെ തോൽപ്പിക്കണമെങ്കിൽ ഞാൻ വിചാരിച്ചാലേ നടക്കുമെന്ന് അനന്തപിള്ള പറയുന്നു. അത് മറ്റാരും അറിയാനും പാടില്ല. അമ്മയോ അച്ഛനും ഒരുമിക്കണമെങ്കിൽ, അച്ഛൻ്റെ തെറ്റിദ്ധാരണ മാറണമെങ്കിൽ അതിന് ജഗന്നാഥരംഗള് വേണം. ജഗന്നാഥരംഗള് ഏകസാക്ഷി. രാജു ഈ വിഷയം അറിയണ്ട. ഏയ് പനിയും മണ്ണാങ്കട്ടോ ഒന്നുമില്ല. ഇത് ടെൻഷന്റെ. ഋതുമോളെ, എന്റെ ഋതുമോക്ക് എന്ത് അസുഖം വന്നാലും ചെറിയൊരു പനി വന്നാലും എനിക്ക് ഋതുവിനോടുള്ള സ്നേഹം കൂടും. ആ നിമിഷം മുതല് ഞാൻ ഋതുവിനെ ഋതുമോളെന്നേ വിളിക്കൂ. തലവേദനയാണല്ലേ? ചെറുതായിട്ട്. സാരമില്ല, നമുക്കേ ആവി പിടിക്കാം. ഞാൻ സ്റ്റീം ഇൻഹേലർ എടുത്തിട്ട് വരാം. രാജു, മനസ്സിന്റെ ടെൻഷൻ കൊണ്ട് ചോദിക്കുന്നതാ. ഈ ഇലക്ഷന് നമ്മുടെ അച്ഛൻ ജയിക്കുമോ? അപ്പൊ പനിയും തലവേദനയും തേങ്ങയും മാങ്ങയൊന്നും അല്ല, ടെൻഷനാണ് രോഗം അല്ലേ? എന്റെ ഋതുമോളെ, രാമായണം മുഴുവൻ വായിച്ചിട്ടും രാമൻ സീതയുടെ ഫാദറാണോ എന്ന് ചോദിക്കുന്നത് പോലെയായി ഇത്. ഈ ഇലക്ഷന്റെ ചീഫ് ക്യാമ്പയിൻ കോർഡിനേറ്ററും പൊളിറ്റിക്കൽ അഡ്വൈസറും എല്ലാം ഋതുമോള്. ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് ഋതുമോള്. വർമ്മ സാറ് വൻപിച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്ന് ഞങ്ങളെ അക്കമിട്ട് ബോധ്യപ്പെടുത്തി തന്നതും ഋതുമോള് തന്നെയാ. എന്നിട്ടും ഒരു സംശയം. മനുഷ്യരല്ലേ രാജു, ടെൻഷൻ കൊണ്ട് ചോദിച്ചു പോയതാ. എന്നാ ഞാൻ 100% ഉറപ്പ് പറയുന്നു, വർമ്മ സാറ് ഒരു വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കും.